Good morning, dear students. Last class we have noticed about what is the heat capacity. According to the classical theory, the heat capacity CV at a constant volume is directly proportional to 3R, where R is the universal gas constant. Okay, where R is the universal gas constant, and if it contains n atoms, then CV is proportional to 3nk. 3nk. Okay, that is, first of all, what is the introduction of this specific heat? നമ്മളിപ്പോൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഫസ്റ്റിൽ നമ്മൾ അക്വസ്റ്റിക്കൽ അല്ലേ, അതിൻ്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മളതിൻ്റെ തെർമൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റിലെ സ്പെസിഫിക് ഹീറ്റാണ് അല്ലേ. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ് നമുക്ക് ക്ലാസിക്കൽ തിയറിയുടെ ബേസിസിൽ നമുക്ക് മനസ്സിലായി. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ത്രൂ 3nk, where nk is a universal gas constant. Okay, and it is important in the study of condensed matter. This is another example that classical kinetic theory cannot provide answer that agree with the experimental observation. അല്ലേ, എന്തായിരിക്കും പറയുന്നത്? ഡിലോം പിറ്റീറ്റ്സ് observed in 1819 that the specific heat at constant volume of all elementary solid is approximately proportional to 3R, where R is the universal gas constant. Dulong Petit's results can be explained by the principle of equipartition of energy via treating every atom of solid as a linear oscillator with 6 degrees of freedom. Okay, that means നമ്മളിപ്പോൾ ഇതിനകത്ത് കണ്ടേക്കുന്നത് എന്താ? എല്ലാ ആറ്റവും ഒരു ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിൽ മൂവ് ചെയ്യുമ്പോൾ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് പ്രിൻസിപ്പിൾ ഇക്വിപാർട്ടീഷൻ of energy via treating every atom of solid as a linear oscillation with 6 degrees of freedom. Extensive studies shows that the specific heat capacity of solid varies with temperature, becomes zero as the temperature approaches zero. അല്ലേ, എങ്ങനെയായിരുന്നു ഗ്രാഫ്? ഹൈ ടെമ്പറേച്ചറിൽ ഇതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ദെൻ CV tends to 0 at T tends to 0. Specific heat capacity of certain substances such as boron, carbon and silicon are found to be much smaller than 3R at room temperature. Specific heat capacity of certain substances such as carbon, boron, silicon are found to be much smaller than 3R. 3R ആയിട്ട് കിട്ടുന്നില്ല, അതിനേക്കാളും കുറച്ച് വാല്യൂ കുറവാണ്. നമ്മൾ ഡയമണ്ടിൻ്റെ കേസിലാണ് നമ്മൾ കണ്ടത്. The discrepancy between experimental results and the theoretical result predicts that it leads to a development of new theory. അപ്പോൾ ക്ലാസിക്കൽ തിയറിയുടെ ബേസിസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റിയില്ല? ചില ഡയമണ്ട് പോലെയുള്ള ചില കേസുകളിൽ എന്തായി 3R കോൺസ്റ്റൻ്റ് ആയിട്ട് യൂണിവേഴ്സൽ 3Rന് പ്രൊപ്പോർഷണലായിട്ട് കിട്ടിയെങ്കിലും ചില ആറ്റത്തിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു വാല്യൂ ആയിട്ട് നമുക്ക് എക്സ്പെരിമെൻ്റലി നമുക്ക് യാതൊരു എവിഡൻസും കണ്ടില്ല. ഈ ഡിസ്ക്രിപ്പൻസിയെ ഈ ഒരു എക്സ്പെരിമെൻ്റൽ റിസൾട്ടും തിയററ്റിക്കൽ റിസൾട്ടും തമ്മിലുള്ള ഈ ഡിസ്ക്രിപ്പൻസിയെ അല്ലെങ്കിൽ ഈ ഒരു കോൺട്രഡിക്ഷന് ദാറ്റ് ഡെവലപ്പ് എ ന്യൂ തിയറി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അതിനു വേണ്ടി നമ്മൾ ഒരു ക്വാണ്ടം തിയറി കൺസിഡർ ചെയ്യുവാണ്. പ്ലാങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിസിൽ നമുക്ക് ഇതിനൊരു ക്വാണ്ടം തിയറി കൺസിഡർ ചെയ്യുവാണ്. അതിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ഹീറ്റ് കപ്പാസിറ്റി മോഡൽ പഠിക്കുവാണ്. ദറ്റ് ഈസ് ദ ഐൻസ്റ്റീൻസ് തിയറി ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്. ക്ലിയർ ആയല്ലോ. ഈ ക്ലാസിക്കൽ തിയറിയിൽ ഉണ്ടാകുന്ന ഈ ഒരു കോൺട്രഡിക്ഷന് അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസിയെ നമുക്ക് എന്തായിരിക്കും, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന മോഡലാണ് ഐൻസ്റ്റീൻസ് മോഡൽ. ഈ ഐൻസ്റ്റീൻസ് മോഡലിൽ ചില കേസുകളിൽ നമുക്ക് കറക്റ്റ് വാല്യൂസ് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു
ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആറ്റത്തെ കൺസിഡർ ചെയ്തുകൊണ്ടൊരു മോഡൽ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് എ ഡിബേ മോഡൽ. ഓക്കെ, അപ്പം ഐൻസ്റ്റീൻ മോഡൽ, ഡിബേ മോഡൽ, ഇതെന്താണ്? തെർമൽ പ്രോപ്പർട്ടീസ് ഹീറ്റ് കപ്പാസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് മോഡലാണ്. ഏതൊക്കെയാണ്? ഐൻസ്റ്റീൻ മോഡൽ ആൻഡ് ഡിബേ മോഡൽ. ഓക്കെ, ഐൻസ്റ്റീൻസ് തിയറി ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ് ആണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. ക്ലിയർ ആയാലും രണ്ട് മോഡലാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അതിനെപ്പറ്റി നമ്മൾ ക്വാണ്ടം തിയറിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഐൻസ്റ്റീൻ മോഡൽ ആൻഡ് ഡിബേ മോഡൽ. ദ ക്രിസ്റ്റൽ ലാറ്റിസ് സ്ട്രക്ചർ ഓഫ് സോളിഡ് കംപ്രസിംഗ് n atom can be treated as an assembly of 3n distinguishable one-dimensional oscillator. Okay, the crystal lattice structure of solid compressing n atom, then it contains 3n distinguishable one-dimensional oscillator. The assumption is based on that each atom free to move in a 3 dimension. Then എന്തൊക്കെയാണ് ഇതിനകത്ത് എടുക്കുന്ന അസംഷൻ എന്ന് നമ്മൾ നോക്കുവാണ്. അപ്പോൾ നമ്മൾ ഐൻസ്റ്റീൻ മോഡലിൻ്റെ അസംഷൻസ് ആണ് കാണുന്നത്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ദ ആറ്റം ഓഫ് സോളിഡ് എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ എബൌട്ട് ദെയർ ഇക്വിലിബ്രിയം പൊസിഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. അപ്പോൾ ഓരോ ആറ്റവും സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് അറ്റ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ദെൻ ഇറ്റ് ലീഡ്സ് ടു ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ആയിട്ടാണ്. ഇതിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദെൻ ഓൾ ദ ഓസിലേറ്റേഴ്സ് ഹാവ് സെയിം നാച്ചുറൽ ഫ്രീക്വൻസി ബിക്കോസ് ഓഫ് ദെയർ അസ്യൂംഡ് ഐഡൻറ്റിക്കൽ സറൗണ്ടിങ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമ്പിൾ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ഇറ്റ് മൂവ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. ഓൾ ദ ഓസിലേറ്റേഴ്സ് ഹാവ് സെയിം നാച്ചുറൽ ഫ്രീക്വൻസി because of their assumed identical surroundings. Then n atom is identical through 3n one-dimensional harmonic oscillator. Then the energy spectrum of the oscillator is not continuous but quantized and may have only discrete values, so E equal to n h cut omega. Okay, and later it is modified as n plus half into h cut omega. കാരണം അതിന് റെസ്റ്റ് എനർജി E0 ഹാഫ് h cut omega ഉണ്ടെന്ന് പിന്നീട് കണ്ടെത്തിയത് കൊണ്ട് E ഈക്വൽ ടു n പ്ലസ് ഹാഫ് h cut omega ആയിട്ട് ഈ ഒരു കേസിൽ നമ്മൾ എനർജി എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ അസംഷനാണ് ഉള്ളത്? atom of the solid execute simple harmonic motion and it is independent of each other. Then it moves the same natural frequency, so it is identical to surroundings. Then n atom is identical to 3n dimensional harmonic oscillator and the energy is E equal to n plus half into h cut omega. It is discrete. അതുകൊണ്ട് പറയണം, the energy spectrum of the oscillator is not continuous, it is discrete. That is a quantum harmonic oscillator. Then the atomic oscillator obey Maxwell-Boltzmann. The atomic oscillator obey Maxwell-Boltzmann distribution law due to their indistinguishable location. Okay, then it's a their distinguishable location. The atomic oscillator obey Maxwell-Boltzmann distribution law due to their distinguishable location. The energy is quantized and discontinuous. Thus, the average energy of each harmonic oscillator is given by the atomic oscillators obey Maxwell's Boltzmann distribution law due to their distinguishable location. നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി എങ്ങനെയാണ്? ക്വാണ്ടൈസ്ഡ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, ദസ് ദ ആവറേജ് എനർജി എങ്ങനെ എടുക്കുന്നത്? ആവറേജ് എനർജി ഈക്വൽ ടു സമ്മേഷൻ ഓവർ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി e raised to minus e by kBT dE divided by summation over n equal to 0 to infinity e raised to minus e by kT dE. ഇതെന്താണ്? The total number of atom അല്ലേ? e raised to e by kBT
അല്ലേ? കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് ഡിസ്റ്റിങ്വിഷബിൾ ലൊക്കേഷൻ ആയതുകൊണ്ട് എം ബി ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിസിലാണ് നമ്മൾ എടുക്കുന്നത്. സോ എം ബി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കേസിൽ e⁻e/kBT ആണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി ഡിവൈഡ് ബൈ അതിൻ്റെ ആവറേജ് എനർജി ആണ് എടുക്കുന്നത്. സോ ദ ആവറേജ് എനർജി ഈക്വൽ ടു summation over n equal to 0 to infinity e⁻e/kBT dE divided by summation over n equal to 0 to infinity e⁻e/kBT dE. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ കണ്ടേക്കുന്നത്? നമ്മൾ എടുത്തിരിക്കുന്ന എനർജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? E ഈക്വൽ ടു n ഇൻറ്റു ദാറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് ഹാഫ് ഇൻറ്റു h കട്ട് ഒമേഗ ആയിരുന്നു. അപ്പം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രകാരം എന്തായിരിക്കും? En ഈക്വൽ ടു നമ്മൾ കിട്ടിയിരിക്കുന്ന ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് n പ്ലസ് ഹാഫ് ഇൻറ്റു h കട്ട് ഒമേഗയാണ്. ഓക്കെ, അപ്പം ഇത് വെച്ച് നമുക്ക് 0 പോയിൻ്റ് എനർജി ഉള്ളതുകൊണ്ട് തന്നെ n പ്ലസ് ഹാഫ് ഇൻറ്റു എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മുടെ കേസിൽ നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടിയത് കൊണ്ട് ഈയുടെ വാല്യൂ അല്ലേ, ഈയുടെ വാല്യൂ എന്ത് വരും? അവിടെ കിട്ടിയിരിക്കുന്നത് പ്രകാരം ടോട്ടൽ ആവറേജ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് E ഈക്വൽ ടു സമ്മേഷൻ ഓവർ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി EdN, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം En ഡിവൈഡ് ബൈ സമ്മേഷൻ ഓവർ 0 ടു n dN. ഓക്കെ, അപ്പോൾ നിങ്ങളതിൻ്റെ ഇതൊന്നും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണണ്ട. നിങ്ങൾ അതിൻ്റെ ആവറേജ് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാത്രം അറിഞ്ഞിരിക്കുക. ഇവിടെ നമുക്ക് n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അതായത് നമുക്ക് എടുക്കേണ്ട കേസാണ് we know that the number of atomic oscillator dN having energy lying between E and E plus dE at temperature T is proportional to e⁻e divided by kBT. Okay, then the energy of dN atom is proportional to E dN. dN ആറ്റത്തിൻ്റെ കേസിൽ എനർജി എന്ന് പറയുന്നത് E ഇൻറ്റു എത്ര എണ്ണം ഉണ്ടോ അത്രയും. Then the sum of all the atom will be proportional to summation over 0 to infinity dN. Then the sum of energy will be proportional to summation over 0 to infinity E dN. Hence the mean energy എന്ത് വരും? summation over 0 to infinity E dN divided by summation over 0 to infinity dN. dN എന്താണ്? e⁻e/kBT. അപ്പോൾ e⁻e/kBT അല്ലേ? അപ്പോൾ എന്തായിരിക്കും ടോട്ടൽ എനർജി എന്ത് വരും? ദാറ്റ് ഈസ് E dN, ദാറ്റ് ഈസ് സമ്മേഷൻ ഓവർ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി e⁻e/kBT dE ഡിവൈഡ് ബൈ സമ്മേഷൻ ഓവർ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി e⁻e/kBT dE. ഓക്കെ, ഇനി എന്ത് കൊടുക്കണം നമ്മൾ? that is equal to a summation over n equal to 0 to infinity യുടെ വാല്യൂ എന്താ? n പ്ലസ് ഹാഫ് ഇൻറ്റു h കട്ട് ഒമേഗ എന്ത് വരും? n പ്ലസ് ഹാഫ് ഇൻറ്റു h കട്ട് ഒമേഗ n പ്ലസ് ഹാഫ് ഇൻറ്റു h കട്ട് ഒമേഗ ഡിവൈഡ് ബൈ kBT ഡിവൈഡ് ബൈ സമ്മേഷൻ ഓവർ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി n പ്ലസ് ഹാഫ് ഇൻറ്റു h കട്ട് ഒമേഗ ഡിവൈഡ് ബൈ kBT dE. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഇക്വേഷൻ വന്നത് എങ്ങനെയാണെന്ന് നമ്മളോട് ഒന്നും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് അസംപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നാച്ചുറൽ ഫ്രീക്വൻസി സെയിം നാച്ചുറൽ ഫ്രീക്വൻസി ആയിരിക്കും. അതുകൊണ്ടാണ് ഒമേഗ 1 ഒമേഗ 2 ഒന്നും നമ്മൾ എടുക്കാത്തത്. എന്താണ് ഒമേഗ എന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുത്തേക്കുന്നത്? ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട്. n ആറ്റത്തിന് നമ്മൾ 3n 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ എടുക്കുന്ന ഈയുടെ വാല്യൂ ആണ് n പ്ലസ് ഹാഫ് ഇൻറ്റു h കട്ട് ഒമേഗ. ദെൻ നമ്മൾ ടോട്ടൽ എനർജി അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിസം നിങ്ങൾക്ക് കാണാൻ പറ്റും.
അതിനകത്ത് നമ്പർ ഓഫ് അറ്റോമിക് ഓസിലേറ്റർ DN ആണെങ്കിൽ, നമ്പർ ഓഫ് അറ്റോമിക് ഓസിലേറ്റർ DN, N ആണെങ്കിൽ DN എന്ന് വരും. N ആണെങ്കിൽ ഇക്കും E+Dക്കും ഇടയ്ക്ക് നമുക്കുണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് e⁻e/kBT ആയിരിക്കും. അപ്പം നമുക്ക് എന്തായിരിക്കും എനർജി ഓഫ് DN ആറ്റം എന്ത് വരും? എനർജി ഓഫ്, അപ്പോൾ നമുക്ക് 10 ആറ്റം ഉണ്ടെങ്കിൽ 10 × E വരും. അതുപോലെ N × DE ആയിരിക്കും, DN × E ആയിരിക്കും ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ദെൻ ദ സം ഓഫ് ഓൾ ദ ആറ്റം ഈസ് പ്രൊപ്പോർഷണൽ ടു സമ്മേഷൻ ഓവർ 0 ടു എത്ര വരെയുണ്ട്? ഇൻഫിനിറ്റി DN ആയിരിക്കും. Then the sum of energy will be proportional to, sum of the atom will be proportional to summation over 0 to DN. Sum of the energy is proportional to summation over 0 to infinity E DN. അപ്പോൾ എന്തായിരിക്കും? Then the mean energy of the oscillator is sum of the energy divided by total number of atom. n എത്രയാണ്? e⁻En divided by kBT. നമ്മളിവിടെ MB സ്റ്റാറ്റിസ്റ്റിക്സ് ആയതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ അറ്റോമിക് ഓസിലേറ്റർ ഡിസ്റ്റിങ്വിഷബിൾ ലൊക്കേഷനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ N = 0 to infinity e⁻e/kBT DE divided by N = 0 to infinity e⁻e/kBT DE. പിന്നെ ഈയുടെ വാല്യൂ നമുക്കറിയാം n+12 × h⁻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷനാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ഡെറിവേഷൻ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.